ഇതുപോലെ വാഴയുടെ ആ ഒരു ഇല ശരിക്കും ഉണങ്ങി ഇതുപോലെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കൈ ഭാഗം ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലുള്ള ആ ഇല ഭാഗം എല്ലാം കട്ട് ചെയ്ത് ഈ ഒരു ചൂലിൻ്റെ രീതിയിൽ നമ്മളൊന്ന് നീളത്തിലാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പിന്നി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഓരോന്നിലും ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ഇതുപോലെ ലെയറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടിയതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് വെക്കുക. ഒരു പഴയ ഒരു ചീർപ്പ് യൂസ് ചെയ്ത് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ അതിനുള്ള നാരും എല്ലാം നമുക്കൊന്ന് വൃത്തിയായി കിട്ടും കേട്ടോ. അതിന് ശേഷം ഇതുപോലെ അതിൻ്റെ തന്നെ 3 നാര എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിന്നി എടുക്കുക കേട്ടോ. ഇങ്ങനെ പിന്നി എടുത്തിട്ട് അതിൻ്റെ താഴ്വശത്ത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്ത് അത് കറക്റ്റായി അവിടെ നിന്നോളും. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സോക്സ് ആണെങ്കിൽ സോക്സ് ഇട്ട് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ വല്ല കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു 3 പോർഷനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ട. അത് നന്നായി ഒന്ന് വിടർന്ന് നിൽക്കാനായിട്ട് ഇതുപോലെ ഞാൻ ഫ്രൂട്ട്സിൻ്റെ ഒരു കവറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് യൂസ് ചെയ്ത് നമുക്ക് വീട്ടിനകമാണെങ്കിലും ഇൻ്റർലോക്ക് ഇട്ട മുറ്റമാണെന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിനകത്തുള്ള മാറാലയും എല്ലാം പൊടി തട്ടാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചൂലാണ് കേട്ടോ. 5 പൈസ ചിലവില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്